വാസുട്ടേ എടോ എവിടെ ഇതെന്താ ചങ്ങായി ഫോൺ എടുക്കാത്തത്? വിളിച്ചോ? എത്ര നേരമായി വിളിക്കണേ? എപ്പോ വിളിച്ചു? ഞാൻ കൊറേ വിളിച്ചന്നെ. അതെ ഫോണ് മല്ലിക കൊണ്ടുവരിക്കുന്നു. അത് ശരി. അപ്പൊ മല്ലികോടല്ലേ? മല്ലിക പടല്ല, മല്ലിക അമ്മയും കൂടി ഇന്നെന്തോ അമ്പലത്തിൽ സദ്യ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പോയില്ലേ? ഞാൻ പണി ഉണ്ടായിരുന്നു, പോയി നോക്കി നോക്കുമ്പോ അത് ശരിയായില്ല. അപ്പൊ അങ്ങനെ തിരിച്ചു പോകുന്നു. പട്ടിണിയാണല്ലോ. അത് കുഴപ്പമില്ല. അപ്പൊ ബാക്കിയുള്ളവർക്ക് ചായ വെള്ളം കിട്ടുന്നില്ലാണ്ടായി. വേണമെങ്കിൽ വെക്കാം. വേണ്ടടാ, ഉണ്ടാക്കണ ചായ കുടിച്ചാ അതിലും നല്ല പല മഴവെള്ളം കുടിക്കാം. അല്ലെങ്കിൽ വെക്കാടോ ഞാൻ. വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞ. പിന്നെ എന്തായി നിങ്ങളുടെ കല്യാണക്കാരിയൊക്കെ? എന്ത് കല്യാണക്കാരി? അതൊന്നും നടക്കുന്നൊക്കെ തോന്നുന്നില്ല. വെറും കയ്യോടെ എങ്ങനെയാ പോവാന്ന് പറഞ്ഞിട്ട് ആകെ ഒരുമാതിരി പോണോ പോണ്ടേ എന്നൊക്കെ ഉള്ള വെപ്പും വലിയാണ്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. സത്യം പറഞ്ഞൊന്നും ഉണ്ടാക്കിയില്ലാന്നർത്ഥം. ഞാൻ എന്താണ് ഉണ്ടാക്കണേ? ഞാൻ ഇന്നലെ മറ്റേ മോതിരത്തിന്റെ കാര്യമൊക്കെ സംസാരിച്ചല്ലേ, കയ്യിലിത് കൂട്ടിയാ കൂടണ്ടേ? അത് ശരിയാ. ഏടാ ചേങ്ങായി, നാണുണ്ടോ എനിക്ക്? എന്റെ ഭാര്യ വീട്ടിലൊരു കല്യാണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനൊരു പണത്തൂക്കം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. എന്തിനു ജീവിച്ചിരിക്കണേ? എന്താ അതൊക്കെ ഓരോ സമയത്തെ ഓരോന്ന് ചെയ്യുമ്പോ നോക്കേണ്ട കാര്യം. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് അവിടെ ഇരുന്നിട്ട് ഓളുടെ മുഖം അങ്ങനെ കൊത്തി ഉണ്ടാക്കിയപ്പോ ആലോചിച്ചില്ല അല്ലേ വിളിച്ചോണ്ടിരിപ്പോ? എന്നൊരു കാര്യം ചെയ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അല്ല എന്തിപ്പോ ഇവിടുന്ന്? അതൊന്നും ജറേണ്ടോ, ഇത് പിടിക്കണോ ചങ്ങായി? മുതലെങ്ങനെയുണ്ട് കൊഞ്ചില്ലേ? അല്ല ഇതിപ്പോ ഇതിന് ഒരുപാട് പൈസ ആവില്ലേ? ഞാൻ അന്ന് വന്ന് പറഞ്ഞു പോയപ്പോഴേ വല്ലാണ്ട് ഇറങ്ങറായി. ഞാനത് റസിയാടെ അടുത്ത് പറഞ്ഞു. ഓളിത് അങ്ങോട്ട് കേട്ടിട്ടോ. സാധാരണ ഇത്തരം കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ എന്ത് പറഞ്ഞാലും ഇത്തിരി പിശുക്കം കാണിക്കണതാ, ഒന്നും തരില്ല. അങ്ങോട്ട് കേട്ടപ്പോ മൂപ്പരെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞ ആകപ്പാടെ ഓടി അങ്ങോട്ട് പോയിട്ട് മൂപ്പര പൊട്ടിയ പാള അവിടെ ഇരുന്നായിരുന്നു. അവന്റെ അടുത്തുണ്ട് അത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇതുകൊണ്ട് നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒന്ന് അവൾക്ക് അടുക്കുന്നോ എന്നും വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് രണ്ടാളും കൂടിയിട്ട് ഈ വള അവിടെ കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊടുത്ത് അതൊരു പവന്റെ അടുക്കണ്ടായിരുന്നു. ഇതൊരു 3/4 പവുണ്ട്. എന്തിനാ ആരാണ് ഓളത് സന്തോഷത്തിലാന്നാണ്. പിന്നെ വേറെ കാര്യം, ഇതിച്ചിപ്പോ കടം വീട്ടാനും നിക്കണ്ട. ഓള് ഞങ്ങളുടെ എന്റെ പെങ്ങളാണ്. ഞങ്ങളുടെ വകയായിട്ട് ഓൾക്കൊരു സമ്മാനം, ഓളുടെ കുടുംബത്തിലൊരു കാര്യം നടക്കല്ലേ, അതിന് ഞങ്ങള് തന്നാന്ന് അങ്ങനെ വിചാരിച്ചാണ്. ഇത് ജോസുട്ടടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഞാൻ. അപ്പൊ ഓത് കേട്ടപ്പോ വലിയ സന്തോഷമായി, വളരെ നന്നായി. ഇപ്പൊ ഇവൾക്ക് വല്ല ആഭരണങ്ങളോ കാര്യങ്ങളോ കല്യാണത്തിന് പോവാട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അതൊന്നും വിഷമിക്കണ്ട, ജേസിയുടെ ഇഷ്ടം പോലെ സാധനം അവിടെ ഇരിക്കാൻ എടുത്തേ, അതൊക്കെ പാടെ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നല്ല അവൾക്ക് മേക്കപ്പ് പറയാലോ, ആണീച്ച ഒരിക്കൽ നല്ല കല്യാണ പെണ്ണായിട്ട് അങ്ങോട്ട് ഇറക്കണം, നല്ല അന്തസ്സിലാ പോണം. പിന്നെ അങ്ങനെ പോട്ടെ, ഇച്ചും കൂടി പോണം എന്റെ അഭിപ്രായം. ഞാൻ പോയ ശരിയാവില്ല, അത് നടക്കില്ല. ഇങ്ങ് വേണ്ട, അവള് പോട്ടെ. ഇത് പോട്ടെ. ഞാൻ അവള് നീ പോയാ മതിയെന്നാ പറഞ്ഞു. അതിപ്പോ കല്യാണ പെണ്ണിനേക്കാൾ ഗംഭീരായാലോ. അത് പിന്നെ എന്റെ ജെസി ഒന്ന് കൈ തൊട്ടാ പൊന്നല്ലേ. ഓളുടെ കൈ എന്റെ മുഖത്ത് തൊടാണ്ട് നോക്കിയോട്ടോ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരി. അല്ല ആഭരണം ഒന്നിട്ടില്ലേ? വേറെ ഞാൻ അങ്ങോട്ട് കൊടുത്തതാ, അപ്പൊ അവർക്ക് സിമ്പിൾ ആയിട്ട് പോയാ മതി. അതൊന്ന് ഇട്ട് നോക്കി, ഒന്നും ചേരണില്ലേക്കാ. ശരി, ശരി. ഇവന്റെ കൂടെ പോന്നെ പിന്നെ ആ പെണ്ണിന് മഞ്ചക്കോലം വെച്ച് ഞാൻ ഇന്നാണ് കാണുന്നത്. അതെ, ഓന്റെ ഭാര്യനെ പൊക്കിയതാട്ടോ. ഇതിലാവട്ടോ ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ. അല്ല അത് അവരെ തന്നെ കേട്ടോ സമ്മതിക്കേണ്ടത്. എന്താ അറിയോ, ഇതുപോലെയൊക്കെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോഴാ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് പോണത്. അല്ല കല്യാണം കഴിഞ്ഞിട്ട് 10-12 വർഷമായി, ഇന്ന് വരെ ഒരു തരിമ്പ് സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. മാത്രമല്ല അവളുടെ ദേഹത്തൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നു സ്വർണത്തിൻ്റെ, ഒക്കെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ എടുത്തങ്ങ് ചിലവാക്കി. എന്തെങ്കിലും ഒരു മിന്നെടുത്ത് കൊടുക്കണം എന്നൊക്കെ പലപ്പോഴും വിചാരിക്കും. നടക്കണ്ടേ, കൂട്ടിയാൽ കൂടുന്നില്ല.
கல்யாணம் முடிக்கிடுச்சா? എന്ത് വലിയ സന്തോഷത്തോട് കരഞ്ഞോണ്ട് വരുന്നു. அண்ணா ஏன் அழுகுற? சாப்பாடு கிடைக்கலையா? അതൊന്നും അല്ല. ഇവിടുന്ന് പോയത് തന്നെ അച്ഛനും അമ്മയും കാണാലോ സംസാരിക്കാലോ എന്ന് വെച്ചിട്ടാണല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോ അവരാരും ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തുമില്ല, സംസാരിച്ചുമില്ല. അതൊന്നും സാരമില്ല. എന്റെ മോക്കൊരു നല്ല കാര്യം വരുമല്ലോ എന്ന് കരുതിയാണ് ഞാനും ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. മക്കൾക്ക് സമയമായില്ലെന്ന് കരുതി സമാധാനിക്കാം. അവരെന്നോട് മിണ്ടിയില്ല. എന്നിട്ട് ജെസ്സി എന്നോട് പറഞ്ഞു അവരെന്നോട് മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നീ പോയി അവരോട് മിണ്ടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പുറകെ ചെന്നു. പക്ഷെ സാരമില്ല, ഈ അച്ഛനും അമ്മയും മിണ്ടിയില്ലെങ്കിൽ ഞാനല്ലേ അച്ഛനും അമ്മയായിട്ടൊക്കെ. ഞാൻ നിന്നെ പറ്റിയില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മ തന്നെയാണ്. അമ്മയെ പോലെ അല്ലേ നിന്നെ ഞാൻ കാണുന്നത്. സാരമില്ല മോളെ, മോള് പോ, അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറും. ചെല്ലേ, ഡ്രസ്സൊക്കെ മാറും. மல்லிகை பாவம் அழுகுது. போய் அழுக வேண்டாம்னு சொல்லு.